പ്രിയമുള്ളവരെ, ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ 7ാമത്തെയോ 8ാമത്തെയോ അവാർഡാണ് എനിക്ക് കിട്ടുന്നത് ഈ വേദിയിൽ. എപ്പോഴും എന്നെ ഒത്തിരി ആദരവോടെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം മികച്ച നടൻ ശ്രീ പൃഥ്വിരാജ്. വിസ്മയം തീർത്ത 1.5 പതിറ്റാണ്ടിന്റെ കർമ്മക്കരുത്തുമായി പൃഥ്വിരാജ് അഭിനേതാവ്, നിർമ്മാതാവ്, ഗായകൻ എന്നീ മേഖലകളിലും ഈ അതുല്യ പ്രതിഭ സ്വന്തം കയ്യൊപ്പ് ചാർത്തി. അനശ്വര പ്രണയകഥയുമായി എത്തിയ എന്ന് നിന്റെ മൊയ്തീനിലെ അഭിനയ മികവിന് യൂത്ത് ഐക്കൺ പൃഥ്വിരാജിനെ ഫിലിം ക്രിറ്റിക്സ് അവാർഡുകളിലെ മികച്ച നടനുള്ള പുരസ്കാരത്തിന് അർഹനാക്കി. പുരസ്കാര പുണ്യം നിറഞ്ഞു തുളുമ്പുന്ന ഈ വേദിയിലേക്ക് പൃഥ്വിരാജിന് സ്നേഹസ്വാഗതം. അവാർഡ് നൽകുന്നതിന് വേണ്ടി സീമാസിന്റെ മാനേജിംഗ് ഡയറക്ടർ KP അലിയ സാറെ കൂടി ഈ വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യാണ്. സീമാസ് ഫിലിം ക്രിറ്റിക്സ് അവാർഡ്സ് 2016 മികച്ച നടൻ ശ്രീ പൃഥ്വിരാജ്. കൈവശ മേഖലയിലെല്ലാം തന്നെ വിജയം കൊയ്ത് മുന്നേറുന്ന പൃഥ്വിരാജിനാണ് മികച്ച നടനുള്ള ആദരം ഈ വേദിയിൽ വെച്ച് ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. യെസ്, can I have the honor please? ഇന്നസെന്റ് സാറും അതുപോലെ തന്നെ അലിയാർ സാറും കൂടെ ചേർന്നാണ് ഈ ഒരു പുരസ്കാരം പൃഥ്വിക്ക് നൽകുന്നത്. ശില്പം സമ്മാനിക്കുന്നത് ഇന്നസെന്റ് സാറാണ്. സർട്ടിഫിക്കറ്റ് സമ്മാനിക്കുന്നത് സീമാസിന്റെ മാനേജിംഗ് ഡയറക്ടർ അലിയ സാറാണ്. നമസ്കാരം. ഇന്ന് രാവിലെ ഹൈദരാബാദിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച് ഒരാൾ എന്നോട് ചോദിക്കുകയുണ്ടായി, എന്തുകൊണ്ടാണ് ക്രിറ്റിക്സ് അവാർഡ് ഇത്തവണ പെരുമ്പാവൂർ നടത്തുന്നതെന്ന്. അതിന്റെ ഉത്തരമാണ് എന്റെ മുന്നിൽ കാണുന്ന ഈ ജനസാഗരം. ശ്രീകണ്ഠൻ ചേട്ടൻ പറഞ്ഞ പോലെ ഇന്ന് ഇതാണ് അവസ്ഥയെങ്കിൽ ഇനി വരും കാലങ്ങളിൽ വലിയ വലിയ സാംസ്കാരിക സമ്മേളനങ്ങൾ സിനിമയായും അല്ലാതെയും ബന്ധപ്പെട്ട് പെരുമ്പാവൂരിന്റെ മണ്ണിന് സ്വന്തമാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ആദ്യമായിട്ടാണ് ഒരു സിനിമ റിലീസായി കഴിഞ്ഞ് ഇത്രയും വൈകി അതിന്റെ ഒരു അംഗീകാരം വീണ്ടും ആ സിനിമയും എന്നെയും തേടിയെത്തുന്നത്. എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, എപ്പോഴാണെങ്കിലും ഒരു അംഗീകാരമാണെങ്കിലും ആ സിനിമയെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണെങ്കിലും വലിയ സന്തോഷമുള്ള കാര്യമാണ്. എന്റെ ജീവിതത്തിൽ, വിമലിന്റെ ജീവിതത്തിലെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടികളിൽ ഒന്നാണ് എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമ. ആ സൃഷ്ടിക്ക് പ്രാധാന്യം നൽകിയ, ആ സൃഷ്ടിക്ക് പ്രാധാന്യം ഇന്ന് കൽപ്പിക്കാൻ സാധിച്ചത് കറുത്ത വഴിയിളകിളതെന്തടി കള്ളി കരിങ്കള്ളി തൊടുത്തു വെക്കും നെഞ്ചത്ത് എടുത്തു വെച്ചതെന്താണ് എന്റെ ഈ സ്റ്റൈലല്ലേ, സ്റ്റൈൽ എന്നത്തെ ഫിഗർ അല്ലേ. പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ, പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. താങ്ക് യു, താങ്ക് യു. നിരവധി പ്രതിഭകളുടെ പ്രകാശം കൊണ്ട് ധന്യമായ ഈ വേദിയിലേക്ക് പാർവതിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മികച്ച നടി പാർവതിക്കാണ് ഈ ഒരു വേദിയിൽ വെച്ച് ഞങ്ങൾ ഞങ്ങളുടെ സ്നേഹ സമ്മാനം നൽകുന്നത്. ഇന്നസെന്റ് സർ പ്ലീസ്. നല്ലൊരു കൈയടി കാഞ്ചനമാലയായും ചെസ്സയായും. പാർവതിക്ക് ഏതാണ് കംഫർട്ടബിൾ? ഈ പാടാൻ പോകുന്ന പാട്ട് ആദ്യം
ഞാൻ ക്ഷമാപണം ഗോപി സുന്ദറിന്. ചുന്ദരി പെണ്ണേ ചുന്ദരി പെണ്ണേ പക്ഷേ അടിപൊളിയാണ്. താങ്ക് യു.